നെഞ്ചിലുണ്ടാകുന്ന വേദന ഹാർട്ട് അറ്റാക്ക് ആണോ ഗ്യാസ് ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? നെഞ്ചുവേദന കൊണ്ട് വരുന്ന ഒരു രോഗിക്ക് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു ECG ടെസ്റ്റ് എടുത്ത് നോക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ECGയിൽ വ്യതിയാനമൊന്നും ഇല്ല എന്നുണ്ട്, അല്ലെങ്കിൽ മാറ്റങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ടെസ്റ്റ് ചെയ്യുന്നത് രക്തത്തിൽ ഒരു ട്രോപ്പോണിൻ ഐ അല്ലെങ്കിൽ എൻസൈം എന്ന് പറഞ്ഞുള്ള ഒരു ടെസ്റ്റാണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. ഈ ട്രോപ്പോണിൻ ഐ 0.01 നാനോഗ്രാമിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ ഈ ടെസ്റ്റ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ 100% നമുക്ക് പറയാൻ പറ്റും ഈ നെഞ്ചിൽ ഉണ്ടായ ഈ വേദന ഗ്യാസ് കാരണം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത് ഹാർട്ട് അറ്റാക്ക് അല്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും ചിട്ടപ്പെട്ട് പറയാൻ പറ്റും. ചിലപ്പോൾ ഈ കാർഡിയാക് എൻസൈം എന്ന് പറയുന്നത് സമയമെടുത്താണ് കൂടുന്നത്. അപ്പോൾ ഈ പേഷ്യന്റ് കാഷ്വാലിറ്റിയിൽ വന്നതിന് ശേഷം തിരിച്ച് വീട്ടിൽ പോയതിനു ശേഷം വീണ്ടും ഈ നെഞ്ചുവേദന അല്ലെങ്കിൽ ഇത് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വന്ന് വീണ്ടും ഒരു ECG എടുത്ത് നോക്കുകയും അല്ലെങ്കിൽ ഈ ട്രോപ്പോണിനായി വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഇത് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് ഈ നെഞ്ചുവേദന വന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒറ്റമൂലി എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ടെസ്റ്റും ഇല്ല, പക്ഷെ നമുക്കൊരു സീരിയൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ ECGയും ഈ ട്രോപ്പോണിനായും നമ്മൾ ചെയ്ത് നോക്കിയാൽ ഹാർട്ട് അറ്റാക്ക് ആണോ എന്നുള്ളത് 100% നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് നമുക്കൊരു എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറഞ്ഞുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. അതായത് ഈ രക്തത്തിൽ ഈ എൻസൈം കൂടുന്നതിന് മുമ്പേ റീജിയണൽ വാൾ മോഷൻ അബ്നോർമാലിറ്റി എന്ന് പറയും. അതായത് ഈ ഹൃദയത്തിന്റെ ഒരു ഭിത്തി അനങ്ങാതിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. സോ ഇങ്ങനെയുള്ള രോഗികളിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ അഡ്മിറ്റ് ചെയ്യുകയും അവരെ ചികിത്സിക്കുകയും ചെയ്യേണ്ടതാണ്.